ഇവാ നമ്മളിപ്പോ ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന പലതരത്തിലുള്ള ഓപ്ഷൻസ് ഇല്ലേ? ലൈക്ക് ഈ ഏതിലൊക്കെയാണ് ഇപ്പൊ പേയ്മെന്റ് ചെയ്യാറ്? ഗൂഗിൾ പേ, ഫോൺ പേ, അത് രണ്ടും മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പേടിഎം, ഫിലിമിന് ടിക്കറ്റ് ചെയ്യില്ല ബുക്ക് ചെയ്യല്? ബുക്ക് മൈ ഷോ. അപ്പൊ ഫിലിമിനല്ലേ? പേടിഎമ്മില് ബുക്ക് ചെയ്യാം. ഫിലിമിനല്ലേ? അപ്പൊ എന്താ ഫിലിമിനല്ലേ, വേറെ ഒന്നുമില്ല. വേറെ എന്തോ ഞാൻ ഇന്നൊന്നും പറഞ്ഞില്ലല്ലോ. പോലണ്ട് ലേറ്റസ്റ്റ് ഇപ്പൊ ഏത് മൂവിക്ക് വരുന്നത്? കിഷ്കിന്ധാകാന്ഡം. ഫിലിം എങ്ങനെയുണ്ട്? അടിപൊളി. ഇതിപ്പോ ഞാൻ മറ്റേ പശുവിനെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോ പശുവിനെ കിട്ടിയ കയറിനെ കുറിച്ച് പറഞ്ഞ പോലെ ആയില്ലേ? ഞാൻ ഉദ്ദേശം എന്താ വെച്ചാൽ ഇപ്പൊ പേയ്മെന്റ് ഇപ്പൊ ചെയ്യുന്നത് പലതരം പേയ്മെന്റ് ഓപ്ഷൻസ് അല്ലേ? ഈ പേയ്മെന്റ് ഓപ്ഷൻസ് എന്ത് കാറ്റഗറിയിൽ വരുന്ന അറിയാം? പേയ്മെന്റ് ഗേറ്റ് വേസിൽ. എന്താ ഈ പേയ്മെന്റ് ഗേറ്റ് വേസ് എന്ന് പറയാം? അറിയാം. എന്താണ് ഈ പേയ്മെന്റ് ഗേറ്റ് വേസ്? അതായത് ഇപ്പൊ നമ്മള് ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴി സാധനങ്ങൾക്ക് പർച്ചേസ് ചെയ്യല്ലോ. ആ സമയത്ത് ഇപ്പൊ നമ്മള് പേയ്മെന്റ് കൊടുക്കും സെല്ലറിന്. അതിന്റെ ഇടയിൽ വരുന്ന ഒരു പ്രോസസ്സാണ് ആക്ച്വലി ഈ പേയ്മെന്റ് ഗേറ്റ് വേ എന്ന് പറയുന്നത്. ഈ പേയ്മെന്റ് ഗേറ്റ് വേസിൽ തന്നെ പലതരത്തിൽ വരുന്ന പേയ്മെന്റ് ഓപ്ഷൻസുകളുണ്ട്. ഈ ഗൂഗിൾ പേ, ഫോൺ പേ ഇത് മാത്രമൊന്നല്ല. അതായത് ലൈക്ക് ഇപ്പൊ റാസോർ പേ, ക്യാഷ് ഫ്രീ, പേപാൽ, പേടിഎം ഇതൊക്കെ വരുന്നത് പേയ്മെന്റ് ഓപ്ഷൻസ് ആണ്. പക്ഷെ ഇതൊക്കെയാണ് പേയ്മെന്റ് ഗേറ്റ് വേസ്. അതായത് ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്തല്ലേ, അല്ലെങ്കിൽ ഒരു സർവീസ് ഇപ്പൊ നമ്മള് ഇപ്പൊ അതല്ല സർവീസ് ഓക്കെ ഇ കൊമേഴ്സിന്റെ പ്ലാറ്റ്ഫോംസിൽ വഴി നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ, പ്രൊഡക്റ്റ് ആയാലും സർവീസ് ആയാലും ഇപ്പൊ നമ്മളൊരു കസ്റ്റമർ എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ സെല്ലർക്ക് കൊടുക്കുന്ന ഈ ഒരു പേയ്മെന്റ് പ്രോസസ്സിന്റെ ഇടയിൽ വരുന്നതാണ് ഈ പേയ്മെന്റ് ഗേറ്റ് വേസ് എന്ന് പറയുന്നത്. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഇനി ഓർത്തു വെക്കുക. നിങ്ങൾ ചെയ്യുന്ന പേയ്മെന്റ് ഓപ്ഷൻസ് എന്നൊക്കെ പറയുന്നത് പേയ്മെന്റ് ഗേറ്റ് വേസ് ആണ്. സോ കെൻവിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷൻ എടുക്കാനും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും.